നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. അൽ സഖീർ കൊട്ടാരത്തിൽ നടന്ന യോഗത്തിൽ രാജാവിന്റെ മക്കളും ഇരു രാജ്യങ്ങളിലെയും നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ചും ഉഭയകക്ഷി സഹകരണം, ഏകോപനം, പൊതുവായ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി ക്രിയാത്മക സംയുക്ത നടപടി എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബഹ്റൈൻ രാജാവും UAE പ്രസിഡന്റും ചർച്ച ചെയ്തു. ഖത്തറിനോടുള്ള UAEയുടെ ഉറച്ച ഐക്യദാർഢ്യവും പ്രാദേശിക അഖണ്ഡത, ജനങ്ങളുടെ സുരക്ഷ എന്നിവ സംരക്ഷിക്കാനെടുക്കുന്ന എല്ലാ നടപടികൾക്കുമുള്ള പിന്തുണയും ഷെയ്ഖ് മുഹമ്മദ് വീണ്ടും വ്യക്തമാക്കി. ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനവും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രവർത്തികൾ മേഖലയിലെ സുരക്ഷ, സ്ഥിരത, സമാധാന സാധ്യതകൾ എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജലസംരക്ഷണത്തിലും ഊർജ്ജ സുസ്ഥിരതയിലും നൂതനമായ പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് അരാംകോയുടെ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അൽ ഖുവൈറ്റർ ആഹ്വാനം ചെയ്തു. ബഹ്റൈനിൽ നടന്ന ഗ്ലോബൽ വാട്ടർ എനർജി ക്ലൈമറ്റ് ചേഞ്ച് കോൺഗ്രസിൽ സംസാരിച്ച അൽ ഖുവൈറ്റർ സുസ്ഥിരതാ വെല്ലുവിളികളെ മറികടക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ നിർണായക പങ്കിനെയും വിശദീകരിച്ചു. 3 ദിവസത്തെ കോൺഗ്രസ് ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് നടന്നത്. ജലസുരക്ഷ, സുസ്ഥിര ഊർജ്ജം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 5000-ത്തിലധികം അന്താരാഷ്ട്ര നയരൂപീകരണക്കാർ, ഗവേഷകർ, വ്യവസായ നേതാക്കൾ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷത്തെ പരിപാടി അരാംകോ, UN പരിസ്ഥിതി പരിപാടി, ബഹ്റൈൻ എണ്ണ പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രാവണം 2025 ഓണാഘോഷങ്ങൾക്ക് സംഗീതത്തിന്റെ മാധുര്യം പകരാൻ പ്രശസ്ത പിന്നണി ഗായിക KS ചിത്രയും യുവഗായകരും എത്തിച്ചേർന്നു. പ്രശസ്ത സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9 ഫെയിം അനുശ്രീ, നന്ദ, ബൽറാം, ശ്രീരാഗ് എന്നിവർ നയിക്കുന്ന സംഗീത നിശ ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ച രാത്രി 7:30 സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും. KS ചിത്ര, മധു ബാലകൃഷ്ണൻ, നിഷാദ്, അനാമിക എന്നിവർ പങ്കെടുക്കുന്ന ഗാനമേള നാളെ സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ്. എല്ലാവർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വടക്കൻ അറേബ്യയിലെ അപ്പോസ്തലിക് വികാരിയായ ബിഷപ്പ് ആൽഡോ ബെറാഡി വരാനിരിക്കുന്ന KCA ഇന്ത്യൻ ടാലന്റ് സ്കാൻ 2025 ഫ്ലയർ പ്രകാശന കർമ്മം നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. വടക്കൻ അറേബ്യയിലെ അപ്പോസ്തോലിക് വികാരിയായ ബിഷപ്പ് ആൽഡോ ബെറാഡി KCA ഇന്ത്യൻ ടാലന്റ് സ്കാൻ 2025 ഫ്ലയർ പ്രകാശന കർമ്മം നിർവഹിച്ചു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, ഇന്ത്യൻ ടാലന്റ് സ്കാൻ ചെയർപേഴ്സൺ സിമിലിയോ, മുതിർന്ന അംഗങ്ങൾ, KCAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒക്ടോബർ 17 മുതൽ ഡിസംബർ ആദ്യാഴ്ച വരെ നടക്കാനിരിക്കുന്ന പരിപാടി ഈ വർഷത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ സാംസ്കാരിക പ്രദർശനങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 180-ലധികം വ്യക്തിഗത മത്സരങ്ങൾ
മത്സരങ്ങളുള്ള പരിപാടിയിൽ 5 വ്യത്യസ്ത പ്രായ വിഭാഗങ്ങളിലായി വൈവിധ്യമാർന്ന മത്സരങ്ങളും ഉൾപ്പെടും. KCA ഇന്ത്യൻ ടാലന്റ് സ്കാനിന്റെ വിജയത്തിനായി ബിഷപ്പ് ആൽഡോ ബറാഡി തന്റെ പ്രസംഗത്തിൽ ഹൃദയംഗമമായ ആശംസകളും നേർന്നു. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നതിൽ KCAയുടെ സമർപ്പണത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. രജിസ്ട്രേഷനുകൾ KCA ഓഫീസ് വഴിയോ www.kcabahrain.com എന്ന വെബ്സൈറ്റിലൂടെയോ പൂർത്തീകരിക്കാം. ദോഹയിലെ ആക്രമണത്തിന് ഇസ്രായേലിന് കൂട്ടായ മറുപടി ഉണ്ടാകുമെന്ന് ഖത്തർ. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ ജാസിം അൽ ഥാനി അറിയിച്ചു. പ്രതികരണം എന്താക്കണമെന്നതിൽ ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർത്ഥവത്തായ നടപടി ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CNN നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ദോഹയിലെ ഇസ്രായേലി ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് GCC രാജ്യങ്ങൾ ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു. അമേരിക്കയുമായി സഖ്യത്തിലുള്ള GCC രാജ്യത്ത് ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിലെ രോഷം അറബ് മേഖലയിലാകെ പടരുകയാണ്. അതിനിടെ ആക്രമണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഖത്തർ അമീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും അപലപിച്ചിരുന്നു. സംഘർഷം വഷളാകുന്നതിനുള്ള ആശങ്കയും ഇന്ത്യ വിവിധ രാജ്യങ്ങളെ അറിയിക്കും. കലാപബാധിത നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി കുൽമൻഖി സിംഗ് ചുമതലയേൽക്കുമെന്ന് റിപ്പോർട്ട്. രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിച്ചെന്ന ഖ്യാതിയുള്ള ഈ 54-കാരൻ നേപ്പാൾ വൈദ്യുതി ബോർഡിന്റെ മുൻ ചെയർമാൻ കൂടിയാണ്. സാമൂഹിക മാധ്യമ നിരോധനത്തിനും രാജ്യത്ത് പടർന്നുപിടിക്കുമെന്ന അഴിമതിക്കുമെതിരെ യുവാക്കൾ തെരുവിലിറങ്ങുകയും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതോടെയാണ് KP ശർമ്മ ഒലിക്ക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി എന്നിവരുടെ പേരുകളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഒടുവിൽ കുൽമനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഏവർക്കും പ്രിയങ്കരനായ ദേശസ്നേഹി എന്നാണ് ജൻസി പ്രതിഷേധക്കാർ കുൽമനെ വിശേഷിപ്പിച്ചത്. വീണ്ടും ഒരു ഇടവേള. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ ദേശീയപാതാ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ചേർന്ന റിവ്യൂ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാതാ അതോറിറ്റി പൊതുവിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിലും ചില മേഖലകളിൽ സ്തംഭനമുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വടകര, തുറവൂർ, തിരുവനന്തപുരം ഉൾപ്പെടെ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രവൃത്തി മന്ദഗതിയിലാണ്. മെല്ലെപ്പോക്ക് നടത്തുന്ന കരാറുകാർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങണമെന്നും അദ്ദേഹം ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും ജനസാന്ദ്രതയും കണക്കിലെടുത്ത് വേണം പ്രവൃത്തികൾ നടത്താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർബിട്രേഷൻ സമയബന്ധിതമായി തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർശന നിർദ്ദേശങ്ങളോടെയും നിയന്ത്രണങ്ങളോടെയും ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് കേരള ഹൈക്കോടതി. ശബരിമലയുടെ പവിത്രതയെ ബാധിച്ചുകൊണ്ടാകരുത് പരിപാടി സംഘടിപ്പിക്കേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സുതാര്യമായ സാമ്പത്തിക അക്കൗണ്ട് ദേവസ്വം ബോർഡ് സൂക്ഷിക്കണം. വരവ് ചെലവുകളെക്കുറിച്ച് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ആഗോള സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകരുതെന്നും ഹൈക്കോടതി അറിയിച്ചു. സാധാരണഗതിയിൽ ശബരിമലയിലെത്തുന്ന വിശ്വാസി സമൂഹത്തിന് ലഭിക്കുന്ന അതേ പരിഗണന മാത്രമേ സംഗമത്തിനെത്തുന്നവർക്കും നൽകാവൂ എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പുണ്യപൂങ്കാവനമായി കണക്കാക്കപ്പെടുന്ന ശബരിമലയുടെ പരിസ്ഥിതിയെ ഇതൊരു തരത്തിലും ദോഷകരമായി ബാധിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനൊരുങ്ങി കേരള സർക്കാർ. കോഴിക്കോടോ കൊച്ചിയിലോ ആയിരിക്കും ന്യൂനപക്ഷ സംഗമം നടക്കുക. വളരെ പെട്ടെന്ന് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ സംഗമത്തിന്റെ വാർത്തയും വരുന്നത്. അയ്യപ്പ സംഗമത്തിനെതിരായി വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. വിഷൻ 2031 എന്ന പേരിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുക. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 1500ഓളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനുള്ള വേദി ഒരുക്കുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. വരും ദിവസം വേദി ഏതാണെന്ന കാര്യത്തിലും
ക്ഷണിതാക്കളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. പ്രാദേശിക തലത്തിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃതലങ്ങളിലേക്ക് ഉയർന്നുവന്ന വ്യക്തിയായിരുന്നു പി തങ്കച്ചൻ. KPCC അധ്യക്ഷൻ, UDF കൺവീനർ എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച തങ്കച്ചൻ എല്ലാവരോടും സൗഹൃദം പുലർത്തിയ വ്യക്തിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഏവർക്കും മാതൃകയായിരുന്ന നേതാവായിരുന്നു പി തങ്കച്ചനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി അനുസ്മരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് വൈകിട്ട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പി തങ്കച്ചന്റെ വിയോഗം. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നെടുമ്പാശ്ശേരി യാക്കോബായ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. നാളെ രാവിലെ 11 മണി മുതൽ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. പി തങ്കച്ചന്റെ വേർപാട് ഒരുപാട് വേദനയുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏവരെയും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും കൂട്ടിച്ചേർത്തു. പി തങ്കച്ചനെ പോലൊരു മുതിർന്ന നേതാവിന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ്. പി തങ്കച്ചന്റെ നിര്യാണത്തെ തുടർന്ന് KPCC 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ നിരവധി നേതാക്കളും നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.